സർ, ഇറാൻ ഇസ്രായേൽ സംഘർഷം അവസാനിച്ചു എന്ന് കരുതുന്നിടത്ത് വീണ്ടും ഇസ്രായേൽ ഇറാനെതിരെ ആക്രമണം ഉറക്കം സർ, ഇറാൻ ഇസ്രായേൽ ആക്രമണം അവസാനിച്ചു എന്ന് പറയുന്നിടത്താണ് വീണ്ടും ഇസ്രായേൽ ഇറാനെതിരെ ഒരു ആക്രമണം വിടാൻ വേണ്ടി പദ്ധതിയിടുന്നു എന്നുള്ള വാർത്തകളൊക്കെ വരുന്നു. ഇത് എന്തൊക്കെയാണ് ഇതിന്റെ വിശദാംശങ്ങൾ? വൻതോതിൽ ആയുധങ്ങൾ സംഭരിക്കുന്നതായിട്ടും വാർത്തകൾ വരുന്നുണ്ട്. നമുക്കത് തള്ളിക്കളയാൻ കഴിയുന്ന ഒന്നല്ല. കാരണം ഇറാനിലെ തന്നെ ഫാൾസ് ന്യൂസ് ഏജൻസിയാണ് അത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ ഇറാനിലെ വാർത്തകളൊക്കെ പുറത്തുവിടണമെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ അനുമതി വേണം. അല്ലാതെ വാർത്തകൾ പുറത്തുവിട്ടാൽ ആ പത്രസ്ഥാപനത്തിൻ്റെ ഉടമയെയോ അല്ലെങ്കിൽ ജീവനക്കാരെയോ ഒക്കെ ജയിലിൽ പിടിച്ച് അടയ്ക്കാനുള്ള ഭരണാധികാരമുണ്ട് അവിടുത്തെ ഗവൺമെൻറ്റിന്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു കൺഫേംഡ് ന്യൂസ് എന്ന് പറഞ്ഞാൽ സ്ഥിരീകരിച്ച വാർത്തയായിരിക്കാം. ഇസ്രായേലിലേക്ക് ആയുധങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതാണ്, വിമാനങ്ങൾ വരുന്നുണ്ടെന്നുള്ളതാണ്. ഈ വിമാനങ്ങളിലൊക്കെ അവരുടെ സുഹൃത്ത് രാജ്യങ്ങളുടെ, പ്രത്യേകിച്ചും അമേരിക്കയുടെ ആയിരിക്കണം, ആ ധാരാളമായിട്ട് ആയുധങ്ങൾ ഉണ്ട് എന്നാണ് അവർ ഊഹിക്കുന്നത്. കാരണം ഇതെല്ലാം ഇവർ നോക്കുന്നുണ്ട്. ഇവരുടെ ചാരസംഘടന അത്ര ശക്തമല്ലെങ്കിൽ തന്നെയും ഈ വിവരങ്ങളൊക്കെ ഇവർക്ക് കിട്ടുന്നുണ്ട്. കാരണം ചുറ്റുമുള്ള ഹമാസ്, ഇവർക്ക് ചാരസംഘടനയില്ലെങ്കിലും ഇത് റിപ്പോർട്ട് ചെയ്യാൻ അവിടെ ഹമാസ് ഉണ്ട്, ചുറ്റിനും വളഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഹെസ്ബുള്ള ഗ്രൂപ്പുണ്ട്. പിന്നെ ഏറ്റവും പുതിയ ഹൂത്തികൾ അവർ കഴിഞ്ഞ ദിവസം ഇറാനിലൊരു ഭീകരാക്രമണം നടത്തി. ഹൂത്തികൾ അമേരിക്ക നിരന്തരം വിമാനങ്ങളിൽ വന്ന് ബോംബ് വർഷിച്ചുകൊണ്ടിരിക്കുകയാണ് യമനിൽ. നോക്കൂ, എന്നിട്ടും അടക്കാൻ പറ്റിയിട്ടില്ല അവരുടെ ആ ഒരു സമര വീര്യത്തെ. ഞാനൊരു നല്ല കാര്യമാണെന്ന് പറയുകയല്ല. നോക്കൂ, അതുപോലെ തന്നെ ഇറാനിൽ ഈ പറയുന്ന മെയിൻ കമാൻഡർ, അതിൻ്റെ അസിസ്റ്റൻറ്റ് കമാൻഡർ, അത് കഴിഞ്ഞു വരാനിരുന്ന കമാൻഡർ, ഇവരെ എല്ലാം കൊന്നു. ഇസ്രായേൽ കൊന്നു കഴിഞ്ഞ് വലിയ വിജയമാണെന്ന് പറഞ്ഞു. അവിടെ എന്തിനാ ഒരു അട്ടിമറി നടത്തിക്കൊണ്ട് ഈ ഗവൺമെൻറ്റിനെ മാറ്റി വേറൊരു ഗവൺമെൻറ്റിനെ കൊണ്ടുവരാൻ വേണ്ടി അവരവസാനം ചെയ്തത് ഇറാനിലെ രാഷ്ട്രീയ തടവുകാരെ പാർപ്പിച്ചിരിക്കുന്ന കുപ്രസിദ്ധമായിട്ടുള്ള ജയിലിൽ വരെ ഇസ്രായേൽ ബോംബിട്ടു. അങ്ങനെ ബോംബിട്ട് കഴിയുമ്പോൾ ഈ ജയിൽ പുള്ളികളെല്ലാം പുറത്തു വരും, ഗവൺമെൻറ്റിനെതിരെ ആക്രമണം നയിക്കും. അങ്ങനെ പല ആഫ്രിക്കൻ രാജ്യങ്ങളിലും ബനാന റിപ്പബ്ലിക്കുകളിലും ഒക്കെ നടന്നിട്ടുണ്ട്. അതിന് സമാനമായിട്ടുള്ള ഒരു ഭരണം മാറ്റം, റിഷീം ചേഞ്ച്, അതാണ് ഇസ്രായേൽ വാസ്തവത്തിൽ ടാർഗറ്റ് ചെയ്തിരുന്നത്. ആ ടാർഗറ്റിൽ അവരമ്പെ പരാജയപ്പെട്ടു, വൻ തോൽവിയായി എന്നുള്ളതാണ് സത്യം. ഇത് വാസ്തവം തന്നെയാണ്. എന്നിട്ടോ അവർ പറഞ്ഞു നടന്നത് അമേരിക്കയുടെ F-35 വിമാനങ്ങൾ, അതുപോലെ തന്നെ അവരുടെ B-2 ബോംബുകൾ, ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ്റെ ആണവശേഷി മുഴുവനായിട്ട് ഞങ്ങൾ നശിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഫോർദോ മലനിരകളിൽ ഉൾപ്പെടെ നടത്തിയ ആ നശീകരണ പ്രവർത്തനം ശരിയാണ്. ബോംബുകൾ വർഷിച്ചിരുന്നു, പാറകൾ പൊട്ടിയതായിട്ടും നമ്മൾ കണ്ടു. അതിനപ്പുറം ഒരു തെളിവുമില്ല. നോക്കൂ, കഴിഞ്ഞ ദിവസം ഈ കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കാൻ വേണ്ടി സ്ഥാപിച്ചിട്ടുള്ള ഇൻ്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസി, അവരാണിതിൽ ഏറ്റവും വിദഗ്ധരായിട്ടുള്ള ഏജൻസി. ചെറിയ വികിരണങ്ങൾ പോലും അവർക്ക് കണ്ടുപിടിക്കാനുള്ള ശേഷിയുണ്ട് എന്ന് പറഞ്ഞാൽ അതിനുള്ള ഉപകരണങ്ങളുണ്ട്. അത് വെച്ച് പരിശോധിച്ചിട്ടും വികിരണത്തിൻ്റെ യാതൊരു ലക്ഷണവും അവിടെ കണ്ടില്ല എന്നാണ് അവർ റിപ്പോർട്ട് ചെയ്തത്. കള്ളം പറയേണ്ട. അതിനു മുമ്പേ ഈ പറഞ്ഞതുപോലെ അതെ, നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഉൾപ്പെടെയുള്ള സമ്പുഷ്ടീകരണമായിട്ടുള്ള പല കാര്യങ്ങളും അവർ മാറ്റിയിട്ടുണ്ടായിരുന്നു. കാരണം വമ്പിച്ച ഒരു വാഹന വ്യൂഹം അതിൻ്റെ 2 ദിവസങ്ങൾ പിന്നിലായിട്ട്, അതായത് തൊട്ട് തലേദിവസവും അതിൻ്റെ തലേദിവസവും കാണുകയുണ്ടായി. അത് വെറുതെ ആയിരിക്കാൻ വഴിയില്ല. ആണവ നിലയത്തിൻ്റെ അവിടെ അങ്ങനെ സാധാരണമായിട്ടൊരു പ്രക്രിയയാണ്. അപ്പോൾ അത് മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ വേറൊരു ദൃഷ്ടാന്തം നമ്മൾ കാണേണ്ടത്, ഈ കമാൻഡർമാരെയൊക്കെ കൊന്നു കഴിഞ്ഞപ്പോൾ അവിടെ കൂടിയ ആളുകളെ ഒന്ന് കാണണമായിരുന്നു. വീഡിയോയിലൂടെ നമ്മൾ കണ്ടു, എത്ര ലക്ഷം പേരാണ് കരഞ്ഞുകൊണ്ട്. നമ്മൾ വിചാരിക്കുന്നു ഇറാനിലെ ഖൊമൈനി ഭരണകൂടത്തെ വെറുക്കുന്നവരാണ് അവിടുത്തെ സ്ത്രീകളെന്നാണ്. പക്ഷെ നമ്മൾ അതിൽ കാണുന്നത് എന്താണ്? ദൃശ്യങ്ങൾ, സ്ത്രീകൾ, അതിസുന്ദരികളായിട്ടുള്ള സ്ത്രീകൾ, ആര്യൻ വംശജരാണ് അവർ. ആരെയും അത്ഭുതപ്പെടുത്തുന്ന അപ്സര സുന്ദരികളെ പോലുള്ള സ്ത്രീകൾ, പുരുഷന്മാരും അതുപോലെ തന്നെ ആര്യ വംശജരാണ്. അവർ കരയുകയാണ്, ചെറുപ്പക്കാരികൾ പോലും. അപ്പോൾ അവരുടെ വികാരം എല്ലാം ഈ റെഷീമിനോട് ഒപ്പമാണ്, മതഭരണകൂടത്തിനോടൊപ്പമാണ്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഹിജാബിനെ എതിർക്കുന്ന സ്ത്രീകളുടെ കാര്യം മാത്രമാണ് നമ്മൾ കാണുന്നത്. പക്ഷെ മറുവശത്ത് അവിടെ ഇതിനെ ഇഷ്ടപ്പെടുന്ന, ഈ മതഭരണത്തെ പോലും ഇഷ്ടപ്പെടുന്ന വമ്പിച്ചൊരു ജനസമൂഹമുണ്ട്.
ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഈ ജനകീയമായിട്ടുള്ള ഒരു പ്രക്ഷോഭം ഉണ്ടായ അമേരിക്കയ്ക്ക് അവിടോട്ട് കടന്നു വരാൻ കഴിയാത്ത രീതിയിലുള്ള പ്രതിഷേധവും തിരിച്ചടിയും ഉണ്ടാവും എന്ന് കണ്ടുകൊണ്ടാണ് വഴിപാടിന് 2 ബോംബിട്ടിട്ട് അവർ കടന്നു പോയത്. റെഷീം ചേഞ്ച് ഉണ്ടായോ? ഖൊമേനിയെ കൊല്ലുമെന്ന് പറഞ്ഞിട്ട് കൊന്നോ? വെറുതെ വിടുവാദങ്ങൾ നടത്തിയതല്ലേ? എന്തെങ്കിലും സംഭവിച്ചോ? അതുപോലെ തന്നെയാണ് ഇസ്രായേലിൻ്റെ കാര്യവും. ഇനിയിപ്പോൾ ഇസ്രായേലിന് വേറൊരു പ്രശ്നം കൂടെ അഭിമുഖീകരിക്കുന്നുണ്ട്. അപ്പം ട്രംപിന് ചെറിയൊരു ശരിക്കും ഇസ്രായേൽ ട്രംപിൻ്റെ അമേരിക്കയുടെ ഒരു ചാവേർ തന്നെയല്ലേ? യെസ്, തീവ്രമായി, എക്സാക്ട്ലി, വളരെ കറക്റ്റ് ഒബ്സർവേഷനാണ്. അതിന് വേണ്ടിയിട്ട് മരിക്കാൻ നടക്കുന്ന ഒരു ചാവേർ. പലസ്തീൻ വിഷയത്തിൽ തന്നെ ഇസ്രായേലിന് വടിയെടുത്ത് അല്ലെങ്കിൽ ആയുധങ്ങൾ നൽകിക്കൊണ്ട് ഒരു ചാവേറായിട്ട് പലസ്തീനെ അടിച്ച് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയല്ലേ ഇപ്പോൾ ഇറാനോടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഉപകരണങ്ങളൊക്കെ ആയുധങ്ങളൊക്കെ സംഭരിക്കുന്നതിനായിട്ട് ഇസ്രായേൽ തയ്യാറെടുത്തു കഴിഞ്ഞു. പലതും വിമാനം മാർഗം വഴി അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഇറാനിലേക്ക് ഒരടി പ്രതീക്ഷിക്കാമല്ലേ? ഇറാനിലേക്ക് സാധ്യത കുറവാണ്. പത്രം ഇത് റിപ്പോർട്ട് ചെയ്തത് ഇറാൻ പൗരന്മാർ ജാഗ്രതയോട് നിൽക്കാനാണ്. ഇനിയും ഞാൻ നോക്കിക്കൊള്ളൂ, ഇസ്രായേൽ നോക്കിക്കൊള്ളൂ. ആയുധങ്ങൾ ഇനി ആവശ്യമില്ല. പലസ്തീൻ ഏകദേശം, ഗാസ ഏകദേശം തീർന്നു. എവിടെ തീർന്നു? അവിടെ ഇതുപോലെ തന്നെയാണ്. ഞാനും വിചാരിച്ചതാണ് മുഴുവൻ തകർന്നു കഴിഞ്ഞു എന്നാണ്. പക്ഷേ അവർ ഏറ്റവും ഒടുവിൽ കൊന്ന അവിടുത്തെ ഹെസ്ബുള്ള കമാൻഡറുടെ ശവദാഹ കർമ്മത്തിന്, അതിൻ്റെ ഖബറടക്കിന് കൂടിയ ജനങ്ങളുടെ ലക്ഷക്കണക്കിന് പേരാണ് അദ്ദേഹത്തിന് വേണ്ടി നീണാൾ വാഴട്ടെ എന്ന് പറയുന്നത്. വാസ്തവത്തിൽ പുന്നപ്ര വയലാർ സമരം പോലെ തന്നെ ഇവരുടെ ഐഡിയോളജി ശരിയെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ആ ജനവികാരം ഞാൻ നാടാകെ പടരും എന്ന് പി ഭാസ്കരൻ എഴുതിയതുപോലെ വമ്പിച്ച ഒരു ജനമുന്നേറ്റമാണ് ഓരോ ഖബറടക്കം നടക്കുമ്പോഴും ഉണ്ടാകുന്നത്. ഇറാനിലും അത് തന്നെയാണ് ഉണ്ടാകുന്നത്, അതുപോലെ തന്നെ പലസ്തീനിലും അത് തന്നെയാണ്. അപ്പോൾ ഇത് വമ്പിച്ച ഒരു മതവികാരമാണ്. ആ മതവികാരത്തെ നിങ്ങൾക്ക് ബോംബുകൾ കൊണ്ട് കെടുത്തിക്കളയാനാവില്ല, നേരിടാൻ പറ്റുകയില്ല. ആണവ ബോംബുകളെ നശിപ്പിക്കാം, അതിൽ പോലും നിങ്ങൾ വിജയിച്ചിട്ടില്ല എന്നുള്ളൊരവസ്ഥയാണ്. ഇതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എരുതിയിലേക്ക് എണ്ണ കോരി ഒഴിക്കുക എന്നുള്ള പ്രക്രിയ, ആ പ്രക്രിയ ഇനി തുടർന്നാൽ ഇസ്രായേലിന് വലിയ തിരിച്ചടി നേരിടേണ്ടി വരും. ഇപ്പോൾ തന്നെ ഉണ്ടായിട്ടുണ്ട്. അവിടെ നെതന്യാഹു പുറത്തു പോകണമെന്ന് പറഞ്ഞിട്ട് നഫ്താലി ബെന്നറ്റ് എന്ന് പറയുന്ന മുൻ പ്രധാനമന്ത്രി മുന്നോട്ട് വന്നിട്ടുണ്ട്. കഴിഞ്ഞ 20 വർഷമായിട്ട് ഭരിച്ച് എന്നിട്ടും ബന്ദികളെ മോചിപ്പിക്കാൻ കഴിയാത്ത ഈ നെതന്യാഹു എന്ന് പറയുന്ന ആൾ പോകണമെന്ന് പറഞ്ഞിട്ട് വമ്പിച്ച ഒരു പ്രതിഷേധമോടെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവുന്നുണ്ട്. ഉടനെ തന്നെ തിരഞ്ഞെടുപ്പ് നടക്കണം, ഇദ്ദേഹം രാജിവെക്കണമെന്നാണ്. 2026 തിരഞ്ഞെടുപ്പ് നടക്കേണ്ടത്. അതുപോരാ, 2025 തന്നെ വേണമെന്നാണ് നഫ്താലി ബെന്നറ്റ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിനെ പിന്തുണയ്ക്കാനും ആൾക്കാരുണ്ട്. ജനാധിപത്യ രാജ്യമാണ്. നെതന്യാഹു പുറത്തു പോകുമെന്ന് പറഞ്ഞ് വമ്പിച്ചൊരു ജനതതി അവിടെയുണ്ട്. പക്ഷേ ഇറാനിലതില്ല. അതാണ് അവരുടെ ഒരു വിജയം എന്ന് പറയുന്നത്. അമേരിക്കയിലുണ്ട്. നോക്കൂ, ഇപ്പം ന്യൂയോർക്കിൻ്റെ മേയറായിട്ട് വരാൻ പോകുന്നത് മീരാ നായരുടെ പുത്രനായിട്ടുള്ള മംദാനിയാണ്. മംദാനി എന്ന് പറയുന്നത് വലിയൊരു കമ്മ്യൂണിസ്റ്റാണ്. അദ്ദേഹം കമ്മ്യൂണിസ്റ്റാണ്. കമ്മി എന്നാണ് അദ്ദേഹത്തിനെ ട്രംപ് തന്നെ വിശേഷിപ്പിച്ചത്. അമേരിക്ക ആ തരത്തിലുള്ള ഭീഷണികൾ നേരിട്ടുകൊണ്ടിരിക്കുക ന്യൂയോർക്കിൽ പോലും. പക്ഷേ സമയം അങ്ങനെയുള്ള ഭീഷണികളൊന്നും ഇറാനില്ല എന്നുള്ളത് കൊണ്ട് അപ്പോൾ ജനങ്ങളുടെ പിന്തുണ എന്ന് പറയുന്നത് വലിയൊരു ഘടകമാണ്. അതും കൂടി വെച്ച് നോക്കുമ്പോൾ ഇനിയൊരു ആക്രമണത്തിൽ അമേരിക്കയോ ഇസ്രായേലോ മുതിരുകയില്ല. ഇത് പറഞ്ഞിരിക്കുന്നത് തിരിച്ച് ശക്തമായിട്ട് ഇറാൻ തിരിച്ചടിക്കും എന്നുള്ളത് കൂടി പറയുന്നുണ്ട്. ആ ജനപിന്തുണ പോയിട്ടില്ല ഭരണകൂടത്തിൽ നിന്നുള്ളതാണ്. അവരുടെ നിരീക്ഷണത്തിൽ തന്നെ അവർക്ക് മനസ്സിലായി. മാത്രമല്ല ഇതിനകത്ത് ഇറാനിൽ പുരോഹിത നേതൃത്വം, അതായത് ഫത്വ എന്ന് പറയും, മതപരമായ വിധിയാണ് അവർ അതിനകത്ത് പുറപ്പെടുവിക്കുന്നത്. ഈ ഫത്വ എന്ന് പറയുന്നത് ഇറാനിലെ മെഹർ ന്യൂസ് ഇപ്പം അത് പുറത്തുവിട്ടിരിക്കുന്നു. അതായത് അയത്തുള്ള മഹറം ഷിറാസിയാണ് ഈ ഫത്വ പുറപ്പെടുവിച്ചിരിക്കുന്നത്. അമേരിക്കക്കെതിരെ ഫത്വ പുറപ്പെടുവിച്ചു എന്ന് മാത്രമല്ല, പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കൂടെ ഉണ്ട്. അതായത് ഐക്യരാഷ്ട്രസഭയോട് ഞങ്ങളുടെ നാട്ടിൽ ആവശ്യമില്ലാതെ യുദ്ധത്തിന് വന്ന ഇസ്രായേലിനോടും അമേരിക്കയോടും നഷ്ടപരിഹാരം വാങ്ങിച്ചു തരണം കേസ് പറഞ്ഞിരിക്കുക. ബഗ്രാച്ചി, അത് അവരുടെ വിദേശകാര്യമന്ത്രി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ബഗ്രാച്ചി അദ്ദേഹം തന്നെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഔദ്യോഗികമായിട്ട് തന്നെ ആവശ്യപ്പെട്ടിരിക്കുക. വെറുതെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയതിൻ്റെ നഷ്ടപരിഹാരം. ഇത് വലിയൊരു കേസായിട്ട് പോകാൻ സാധ്യതയുണ്ട്. കാരണം ഐക്യരാഷ്ട്രസഭ അങ്ങനെ അമേരിക്കൻ പക്ഷമല്ല ഇപ്പോൾ. അങ്ങനെ അമേരിക്കയുടെ ഒരു അടിമയായിട്ടല്ല ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. കാരണം അവർ അമേരിക്ക ഫണ്ടുകളും ഒക്കെ UN പറയുന്നത് എന്താണ്, ഏത് രാജ്യമാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്? ആരും സ്വീകരിക്കില്ല. പക്ഷേ അത് വലിയൊരു ധാർമ്മികവും രാഷ്ട്രീയവുമായിട്ടുള്ള ഒരു വിജയമായി തീരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.